തന്റെ HIV സ്റ്റാറ്റസ് വെളിപ്പെടുത്താത്തതിന്റെ പേരിൽ അശോകിന് ഓഫീസിൽ നിരവധി പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഇത് ചർച്ച ചെയ്യാൻ അയാൾ കിട്ടുവിന്റെയും കിറ്റിയുടെയും വീട്ടിൽ വന്നിരിക്കുകയാണ്. കിട്ടു, കിറ്റി. ആരാ? അശോക് ചേട്ടനോ? വരൂ വരൂ, ഇന്ത്യയുടെ ബാറ്റിംഗ് ആരംഭിച്ചതേ ഉള്ളൂ. അശോക്, സുഖമാണോ? നമസ്കാരം കിറ്റി ചേച്ചി. സുഖം തന്നെയാണ്. ചേച്ചിയുടെ ഒരു സഹായം വേണമായിരുന്നു. ഹാ, പറയൂ. ചേച്ചി, ഫാക്ടറിയിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ HIV പോസിറ്റീവ് ആയിരുന്നു. ഇക്കാര്യം എങ്ങനെയെന്ന് അറിയില്ല, മാനേജ്മെന്റ് അറിയാൻ ഇടയായി. അവനെ ജോലിയിൽ നിന്നും എന്നെ പിരിച്ചുവിട്ടു. എന്നിട്ട് എന്നോടും പറഞ്ഞു ആദ്യം എന്റെ HIV റിപ്പോർട്ട് കാണിച്ചിട്ട് ഫാക്ടറിയിൽ വന്നാൽ മതിയെന്ന്. ഒരാഴ്ചത്തെ സമയം തന്നിട്ടുണ്ട്. പറയുകയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ചോളാൻ. ഓ, ഇത് വലിയ തെറ്റായി പോയല്ലോ. പക്ഷെ ഒരു കാര്യം മനസ്സിലായില്ല അശോക്. അഥവാ ആ പയ്യൻ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ അവർ നിങ്ങളോട് എന്തിനാ റിപ്പോർട്ട് കാണിക്കാൻ പറഞ്ഞത്? അതെന്താണെന്നോ ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്, അതുകൊണ്ടാണ്. പക്ഷെ ഒരുമിച്ച് താമസിച്ചതുകൊണ്ട് HIV പകരുകയൊന്നുമില്ല. അതെ, ഞാനും അവരോട് ഇത് തന്നെ പറഞ്ഞു. ഇത്രയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും ഒന്നും ഫലം കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഒരു തവണ ചേച്ചിയുമായി സംസാരിക്കാമെന്ന്. വിഷമിക്കാതിരിക്കൂ അശോക്. തനിക്ക് നല്ലപോലെ അറിയാമല്ലോ, HIV/AIDS ആക്ട് 2017 അനുസരിച്ച് ആരോടെങ്കിലും നിർബന്ധമായി അയാളുടെ HIV സ്റ്റാറ്റസ് ആവശ്യപ്പെടുകയോ HIVയുടെ പേരിൽ ജോലിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന്. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളുടെ കമ്പനിയിലെ കംപ്ലൈന്റ് ഓഫീസർക്കും കഴിയും. കംപ്ലൈന്റ് ഓഫീസർ? അതാരാണ്? 100-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഏതൊരു ഓർഗനൈസേഷനിലും ഒരു കംപ്ലൈന്റ് ഓഫീസർ ഉണ്ടാകും. അദ്ദേഹം ഉറപ്പാക്കുന്നു HIV/AIDS ആക്ട് 2017 ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളെല്ലാം നല്ലപോലെ പാലിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എന്റെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ആ, തീർച്ചയായും. ഇതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ജോലി. വാസ്തവത്തിൽ പരാതി 7 ദിവസത്തിനകം പരിഹരിക്കേണ്ടതാണ്. പിന്നെ ചേച്ചി, എങ്ങനെയാണ് ഞാൻ ഈ പരാതി ബോധിപ്പിക്കുന്നത്? നോക്കൂ, നിങ്ങൾക്ക് പരാതി ബോധിപ്പിക്കുവാനായി ഇദ്ദേഹത്തിന് ഒന്നുകിൽ രേഖാമൂലം പരാതി നൽകാം, അതല്ലെങ്കിൽ ഓൺലൈനായോ ഫോൺ വഴിയോ സംസാരിക്കാം. ചേച്ചിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് അല്പം ധൈര്യം വന്നു. ഇനി എത്രയും വേഗം ഇതൊന്ന് പരിഹരിക്കപ്പെട്ടാൽ മതി. തീർച്ചയായും. ധൈര്യമായിരിക്കൂ അശോക്. പിന്നെ ആക്ട് ഉണ്ടല്ലോ. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV/AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. മനസ്സിലാക്കും കാര്യമത്, എല്ലാരോടും ചൊല്ലിടും ഗുണമുള്ള പാഠം അത്. നാം കേട്ടല്ലോ ഒരു കാര്യമത്, HIV/AIDS ആക്ട് അത് ഒപ്പമുണ്ടല്ലോ. HIV-യുടെ കൂടുതൽ വിവരങ്ങൾക്കായി ദേശീയ ടോൾ ഫ്രീ AIDS ഹെൽപ്പ് ലൈൻ 1097 വിളിക്കുക.